എല്ലാ കുഞ്ഞുങ്ങൾക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ചാപ്റ്ററാ? പി ബ്ലോക്ക് എലമെന്റ്സ് പഠിക്കുന്നുണ്ടോ? ഇതൊരു ലെങ്തി ചാപ്റ്റർ ആണ്. കെമിസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം ഞാൻ നോട്ട്സ് തരുന്നത് നന്നായിട്ട് പഠിക്കുക. പഴയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരുന്നതും അതുകൂടെ ക്വസ്റ്റ്യൻസ് കൂടെ വെച്ച് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇന്ന് നമ്മള് 15th ഗ്രൂപ്പ് കഴിഞ്ഞില്ല. 15th ഗ്രൂപ്പിലെ എലമെന്റ്സ് ഏതൊക്കെയാ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. നമ്മൾ അതിലെ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ആൻഡ് പ്രിപ്പറേഷൻ. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് ചൂടാക്കിയ വൈറ്റ് ഫോസ്ഫറസിന് മുകളിൽ കൂടി, ഫോസ്ഫറസിന്റെ ഫോർമുല എന്താ? P4. അതിന് മുകളിൽ കൂടി ഡ്രൈ ക്ലോറിനെ കടത്തി വിടുന്നു. അങ്ങനെയാണ് PCl3 പ്രിപ്പയർ ചെയ്യുന്നത്. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 4 ഫോസ്ഫറസ്, ഇവിടെ 4 ഫോസ്ഫറസ് ആക്കാൻ 4 ഇട്ടു. 4 3 12 ക്ലോറിൻ, ഇവിടെ 12 ക്ലോറിൻ ആക്കാൻ 6 ഇട്ടു. ഇതാണ് 12 ക്ലോറിൻ. PCl3 is prepared by passing dry chlorine over heated white phosphorus. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ സ്ട്രക്ചർ. അതായത് PCl3യുടെ സ്ട്രക്ചർ ഈ ഷേപ്പിൽ എന്താ പറയുന്നത്? ഫോസ്ഫറസിന്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അറ്റോമിക് നമ്പർ 15, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 5. ഇവിടെ 5 ഇലക്ട്രോൺസ് ബാലൻസ് ഷെല്ലിലുണ്ട്. അതിൽ 3 ഇലക്ട്രോൺ 3 ക്ലോറിനുമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. ഇനി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു പെയർ ഇലക്ട്രോൺ. അങ്ങനെ ഫോസ്ഫറസിന് ചുറ്റിനും എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ട്? 1 2 3 4. 4 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. 4 ഇലക്ട്രോൺ പെയർസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഫോസ്ഫറസിന് ചുറ്റിനും എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം? 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. അപ്പൊ ഫോസ്ഫറസ് ഏത് ഹൈബ്രിഡൈസേഷൻ വിധേയമാവണം? sp3 ഹൈബ്രിഡൈസേഷൻ. ഈ ജോമെട്രിക്ക് എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള ജോമെട്രി ഏതാ? ഓർമ്മയുണ്ടോ? ട്രയഗണൽ പിരമിഡൽ. അമോണിയയുടെ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. അപ്പം PCl3യുടെ സ്ട്രക്ചർ എന്താണ്? ട്രയഗണൽ പിരമിഡൽ. PCl3 has trigonal pyramidal geometry. ഇനി നോക്കാം അതിന്റെ ഒരു പ്രോപ്പർട്ടി. അതായത് ഈർപ്പത്തിന്റെ സാന്നിധ്യത്തിൽ, മോയ്സ്ചറിന്റെ സാന്നിധ്യത്തിൽ PCl3 ഫ്യൂം പ്രൊഡ്യൂസ് ചെയ്യും. അതായത് in presence of moisture, PCl3 undergoes hydrolysis to produce fumes of HCl. ആ ഫ്യൂംസ് ഉണ്ടാകാൻ കാരണം HCl ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിന്റെ കൂടെ H3PO3 കൂടെ ഫോം ചെയ്യും. H3PO3 എന്ന് പറഞ്ഞാൽ ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ സിംപ്ലി ഫോസ്ഫോറസ് ആസിഡ് എന്ന് പറയും. Why PCl3 fumes in presence of moisture? പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ്? Due to the formation of HCl. നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 3 ക്ലോറിൻ, ഇവിടെ അപ്പൊ 3 ക്ലോറിൻ ആക്കാൻ 3 ഇട്ടു. അപ്പൊ പിന്നെ ഇവിടെ എത്ര ഹൈഡ്രജൻ ആയി? 3 3 6 ഹൈഡ്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ ആക്കാൻ 3 ഇട്ടു. ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫോസ്ഫറസിന്റെ അടുത്ത കോമ്പൗണ്ട് ആണ് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഫോർമുല PCl5. ഇതിന്റെ പ്രിപ്പറേഷൻ, അതായത് വൈറ്റ് ഫോസ്ഫറസിനെ എക്സസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് PCl5 കിട്ടും. PCl5 is prepared by treating white phosphorus with excess of chlorine. അവിടെ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 4 ഫോസ്ഫറസ്, ഇവിടെ 4 ഫോസ്ഫറസ് ആക്കുക. അപ്പൊ 4 5 20 ക്ലോറിൻ റൈറ്റ് സൈഡിന്, ഇവിടെ 20 ആക്കാൻ 10 ഇടുക. അപ്പൊ നമ്മൾ ആ പ്രിപ്പറേഷൻ ചോദിച്ചാൽ ഒന്നിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതുക, അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് എഴുതുക. PCl5 is prepared by treating white phosphorus with the excess of chlorine. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ അല്ലെ ജോമെട്രി പഠിക്കണം. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. അതൊരു റെപ്പിറ്റേഷൻ ആണ് ഇവിടെ. അതായത് PCl5ല് 3 PCl ബോണ്ട്സ് ഒരു പ്ലെയിനിൽ കിടക്കും. അപ്പൊ ഇവിടെ ഫോസ്ഫറസിന് ചുറ്റിനും 3 ബോണ്ട് ഉണ്ട്. അപ്പൊ ആ 3 ബോണ്ടിന് ഇടയ്ക്കുള്ള ആംഗിൾ എങ്ങനെയായിരിക്കും? ഒരു പോയിന്റിന് ചുറ്റിനുമുള്ള ആംഗിൾ നമുക്കറിയാം 360 ഡിഗ്രി. അപ്പൊ 360യെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 ഡിഗ്രി ആംഗിൾ അല്ലേ? അപ്പൊ ഈ 3 ഓരോ PCl ബോണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പൊ ഇതിനെ പറയുന്നത് ഇക്വിറ്റോറിയൽ ബോണ്ട്സ് എന്നാണ്. ഈ 3 PCl ബോണ്ടിനെ പറയുന്നത് ഇക്വിറ്റോറിയൽ ബോണ്ട്സ് എന്നാണ്. പിന്നെ 2 PCl ബോണ്ട് കൂടി ഇല്ലേ? PCl5. അതിൽ ഒരെണ്ണം ഈ പ്ലെയിനിന് മുകളിലും ഒരു PCl ബോണ്ട് ഈ പ്ലെയിനിന് താഴെ. അപ്പം
three PCl bonds lie in one plane, making an angle of 120 degree to each other. The remaining two PCl bonds, പിന്നീട് അവശേഷിക്കുന്ന രണ്ട് PCl bonds lie one above this plane and one below this plane. ഇതിന്റെ കുറച്ചുകൂടെ ലെങ്ത് വരും താഴോട്ട്. അപ്പോൾ ഈ പ്ലെയിനുമായിട്ട് ഇക്വറ്റോറിയൽ ബോണ്ടിലെ പ്ലെയിനുമായിട്ട് ഈ PCl ബോണ്ടിനെ നമ്മൾ പറയുന്നത് ആക്സിയൽ ബോണ്ട് എന്നാണ്. ഈ ബോണ്ടിനെ എന്താ പറയാ? ഇക്വറ്റോറിയൽ ബോണ്ട്. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ ബോണ്ട്സുമായിട്ട് ആക്സിയൽ ബോണ്ട് ഫോം ചെയ്യുന്നത് ഈ പ്ലെയിനുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? നമുക്കറിയാം 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ ആവുമ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ കൂടുതലായിരിക്കും. ആംഗുലാർ സ്ട്രെയിൻ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ആ സ്ട്രെയിനിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത് അങ്ങ് കൂട്ടും. The axial bonds suffer much more repulsion due to this angular strain. 90 degree bond angle ഈ പ്ലെയിനുമായിട്ട് ഫോം ചെയ്യുന്നത്. Therefore, the axial PCl bonds suffer much more repulsion. In order to minimize the repulsion കുറയ്ക്കാൻ വേണ്ടി axial bond length increases. axial bondന്റെ length കൂടുതലാണ്. നമുക്കറിയാം ബോണ്ട് എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് പോലെ ലെങ്ത് കൂടുന്തോറും സ്ട്രെങ്ത് കുറയും, പൊട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഇവിടെ axial bonds are weaker than equatorial bonds. equatorial ബോണ്ടിനേക്കാളും വീക്കർ ആണ് axial bond. അതുകൊണ്ട് തന്നെയാണ് PCl5 നെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഫോസ്ഫറസും 3 ഇക്വറ്റോറിയൽ ബോണ്ടും ഫോസ്ഫറസിനോട് ചേർന്ന് തന്നെ ഇരിക്കും. അപ്പൊ അത് PCl3 തന്നെ അടക്കും. പക്ഷെ ഈ രണ്ട് ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തു പോകും. അപ്പൊ അത് Cl2 ആയിട്ട് അങ്ങ് മാറും. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ഹീറ്റിംഗ് PCl5 undergo decomposition to form PCl3 and Cl2. പിന്നെ ഇത് ഈ ജോമെട്രി എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിലും ഗേഷ്യസ് ഫേസിലുമാണ്. ഈ ലിക്വിഡ് അപ്പൊ ഇവിടെ നോക്കിയേ, ഈ 3 PCl ബോണ്ട് ഒരു പ്ലെയിനിൽ. ഇത് ഏത് ഷേപ്പാ? ട്രയാഗണൽ. അതിന് മേലിലോട്ട് ഒരു പിരമിഡ്, താഴോട്ട് ഒരു പിരമിഡ്. അതുകൊണ്ട് ഈ ജോമെട്രിക്ക് പറയുന്നത് ട്രയാഗണൽ ബൈപിരമിഡൽ. രണ്ട് പിരമിഡ് ഉണ്ട്. മനസ്സിലായോ? PCl5 molecule has trigonal bipyramidal geometry. Geometry എത്ര പറഞ്ഞ ഇവിടെ കിട്ടിയോ? എന്താണ്? PCl5 phosphorus and 3 chlorine atoms lie in one plane, making an angle of 120 degree to each other. For PCl5 ല് ഫോസ്ഫറസും 3 ക്ലോറിൻ ആറ്റം ഒരു പ്ലെയിനിൽ കിടക്കുന്നു. ഓരോ PCl നും ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആണ്. The remaining two PCl bonds lie, ബാക്കി രണ്ട് PCl bonds ല് ഒരെണ്ണം ആ പ്ലെയിനിന് മുകളിലും ഒരെണ്ണം പ്ലെയിനിന് താഴെയും. അത് എത്ര ആംഗിളാ ഫോം ചെയ്യുന്നത്? 90 ഡിഗ്രി. The remaining two PCl bonds lie one above this plane and one below this plane. They are known as axial bonds. മറ്റേ ഈ പ്ലെയിനിലുള്ള ഇക്വറ്റോറിയൽ bonds. And axial bonds കൂടുതൽ സ്ട്രെയിൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് axial bondന്റെ ലെങ്ത് കൂടുതലാണ്. സ്ട്രെയിൻ അനുഭവിക്കാൻ കാരണം ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ഉള്ളൂ. Axial bonds suffer much more repulsion. Therefore, axial bond length is larger than equatorial bond length. Hence, axial bonds are weaker than equatorial bonds. There are two types of bonds in PCl5: equatorial bond and axial bond. Since axial bond is weaker than equatorial bond, axial bond equatorial bondinekal weaker ആയതുകൊണ്ട് on heating ചെയ്യുമ്പോൾ PCl5 decomposes like this. എങ്ങനെ ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? PCl5 ഫോസ്ഫറസും 3 ക്ലോറിനും അങ്ങനെ തന്നെ ഇരിക്കും. രണ്ട് PCl ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് Cl2 ആയിട്ട് മാറും. ഈ ജോമെട്രി ഏത് ഫേസിലാണ്? ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലുമാണ് ഈ ജോമെട്രി വരുന്നത്. അപ്പൊ ഇവിടെ അതേസമയം സോളിഡ് ഫേസിൽ in solid phase it has the geometry ആണ് PCl4 plus and PCl6 minus. In solid state it exists as the positive anode and negative anode. It exists as an ionic solid. അതിൽ PCl4 നോക്കിയേ, ഫോസ്ഫറസിന് കിട്ടിയ 4 ക്ലോറിൻ. അപ്പൊ ഏത് ജോമെട്രി ആയിരിക്കും? ടെട്രാഹീഡ്രൽ. ഇവിടെ ഫോസ്ഫറസിന് കിട്ടിയ 6 ക്ലോറിൻ. അപ്പൊ ഏത് ജോമെട്രി ആയിരിക്കും? ഒക്ടാഹീഡ്രൽ. In solid state it exists as an ionic solid PCl4 plus PCl6 minus, in which PCl4 plus is tetrahedral and PCl6 minus is octahedral.
നമ്മളുടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ജോമെട്രിയുടെ പേര് ട്രൈഗണൽ ബൈപിരമിഡൽ with two types of bonds, equatorial bond and axial bond. വളരെ ഇമ്പോർട്ടന്റ് ആണ് PCl5 ജോമെട്രി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് PCl5 ഹൈഡ്രോളിസിസ് ആണ്. PCl5 ഹൈഡ്രോളിസിസിന് വിധേയമാകുമ്പോൾ നമുക്ക് ആദ്യം POCl3യും HClഉം കിട്ടും. POCl3 ഫോസ്ഫോറൈൽ ക്ലോറൈഡ്. ഇത് വീണ്ടും ഹൈഡ്രോളിസിസിന് വിധേയമായി നമുക്ക് ഫോസ്ഫോറിക് ആസിഡ് ഫോർമുല H3PO4 HClഉം ഫോം ചെയ്യും. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് എന്നും പറയും, അല്ലെങ്കിൽ സിംപ്ലി ഫോസ്ഫോറിക് ആസിഡ് എന്നും പറയും. ഇത് ഓർത്തിരിക്കണം. PCl5 undergoes hydrolysis to form POCl3, which undergo further hydrolysis to form orthophosphoric acid or phosphoric acid. Equation balance ചെയ്യുമ്പോൾ ഇവിടെ 5 ക്ലോറിൻ, ഇവിടെ 5 ക്ലോറിൻ ആക്കാൻ ഇവിടോട്ട് 2 ഇടുക. അപ്പൊ 3 2 5 ക്ലോറിൻ ആയി. ഫോസ്ഫറസ് 1 തന്നെ, ഓക്സിജൻ 1. പിന്നെ ഇവിടെ ഇപ്പൊ എത്ര ഹൈഡ്രജൻ ആയി? 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. രണ്ടാമത്തെ നോക്കിയേ, ഇവിടെ 3 ക്ലോറിൻ, ഇവിടെ 3 ക്ലോറിൻ ആക്കാൻ 3 HCl. അപ്പൊ ഇവിടെ 3 3 6 ഹൈഡ്രജൻ ആയി. ഇവിടെ 6 ഹൈഡ്രജൻ ആക്കാൻ 3 6 ഹൈഡ്രജൻ. പിന്നെ നമുക്ക് ഒരു റിയാക്ഷൻ പഠിക്കാനുള്ളത് ഹെവി വാട്ടർ എന്താ? ഡ്യൂട്ടീരിയം. ഹൈഡ്രജന് പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ആണെങ്കിൽ D2O, അതിനെ പറയുന്നത് ഹെവി വാട്ടർ. അപ്പൊ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PCl5 ഫോസ്ഫറസ് പെന്റാക്ലോറൈഡിന് ഹെവി വാട്ടറുമായിട്ട് ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അപ്പൊ PCl5 പ്ലസ് ഹെവി വാട്ടർ D2O. ഹൈഡ്രജന് പകരം എന്തെഴുതിയാൽ മതി? ഡ്യൂട്ടീരിയം എഴുതിയാൽ മതി. അപ്പൊ D3PO4 പ്ലസ് ഇവിടെയും ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം എഴുതാം, DCl. ഇതാണ് ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 5 ക്ലോറിൻ, ഇവിടെ 5 ക്ലോറിൻ ആക്കാൻ 5 DCl. അപ്പൊ 5 ഡ്യൂട്ടീരിയം ഇവിടെ, 3 ഡ്യൂട്ടീരിയം ഇവിടെ, 8 ഡ്യൂട്ടീരിയം ഇവിടെ, 8 ആക്കാൻ 4 ഇടുക, 4 8. Equation ഓർത്തിരിക്കുക. Reaction of PCl5 in heavy water, D3PO4 and DCl is obtained. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളെ കുറിച്ചാണ്. അതിലൊന്നാണ് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. അതിന്റെ വേറൊരു പേരാണ് ഫോസ്ഫിനിക് ആസിഡ്. ഫോർമുല H3PO2. അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. H3PO2. അപ്പം ഓക്സോ ആസിഡിലെ ഫോസ്ഫറസിന് ചുറ്റിനും 4 ആറ്റംസ് ഉണ്ട്. ഓക്സിജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. അപ്പൊ ഈ 4 ആറ്റംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ് നോക്കിയ ഒരു ടെട്രാഹീഡ്രൽ മാനറിലാണ്. അപ്പൊ ഈ ഓക്സോ ആസിഡ്സ് phosphorus is tetrahedrally surrounded by 4 other atoms. പിന്നെ ഓക്സോ ആസിഡിലെല്ലാം തന്നെ മിനിമം ഒരു PO ബോണ്ടും ഒരു POH ബോണ്ടും കാണും. ഒന്നിൽ കൂടുതൽ കാണാം, പക്ഷെ മിനിമം ഒന്നെങ്കിലും കാണും. All oxo acids contain at least 1 PO bond and 1 POH bond. ഇതാണ് ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ. Phosphorus forms a number of oxo acid. And in oxo acid, phosphorus is tetrahedrally surrounded by 4 atoms, and each oxo acid contains at least 1 PO bond and 1 POH bond. Now, നമുക്ക് പഠിക്കാനുള്ള ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിലെ ഫോസ്ഫിനിക് ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഫോസ്ഫറസ് ഏത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണെന്ന് നോക്കാം. ഓക്സിജൻ ഏത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്? ഓക്സിജന്റെ ബാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. 2 ഓക്സിജന്റെ കൂടെ വരുമ്പോഴോ -4. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ? ഹൈഡ്രജൻ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുവാണ്. അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. 3 ഹൈഡ്രജന്റെ കൂടെ വരുമ്പോ +3. നെറ്റ് എത്രയാ? -1. നമുക്കറിയാം ഒരു കോമ്പൗണ്ടിൽ എല്ലാ ആറ്റംസിന്റെയും കൂടി ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സം 0 ആവണം. അപ്പൊ ഇവിടെ ഫോസ്ഫറസ് ഒഴികെ ബാക്കി എല്ലാ ആറ്റംസിന്റെയും കാൽക്കുലേറ്റ് ചെയ്തപ്പോ -1 ആണ്. മൊത്തം മോളിക്യൂളിന് 0 ആവണമെങ്കിൽ ഫോസ്ഫറസിന് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണം? +1 വരണം. എന്നാലേ ആഡ് ചെയ്യുമ്പം 0 വരത്തുള്ളൂ. അപ്പൊ ഫോസ്ഫറസ് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? ഇവിടെ
+1. In hypophosphorus acid, phosphorus is in +1 oxidation stage. ഇനി എന്താ നോക്കിയേ, 2 pH ബോണ്ടാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ ഈ pH ബോണ്ടിലെ ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഈ ആസിഡിന്റെ റെഡ്യൂസിംഗ് പ്രോപ്പർട്ടിക്ക് കാരണം. Reducing property of this acid is due to the presence of pH bond. അപ്പൊ 2 pH bond ഉള്ളതുകൊണ്ട് hypophosphorus acid highly reducing ആണ്. Due to the presence of 2 pH bonds, it is highly reducing in nature. ഇനി വേറൊരു കാര്യം, OH ബോണ്ടില് അത് അയോണൈസബിൾ ആണ്. കാരണം എന്താ, ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്യും, ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും ഇടയിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ ഓക്സിജൻ തന്നിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഹൈഡ്രജനെ എങ്ങനെ റിലീസ് ചെയ്യും, H+ ആയിട്ട്. ആസിഡിന്റെ നേച്ചർ ആണല്ലോ പ്രോട്ടോൺ ഡോണേഴ്സ്, H+നെ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ ആർക്കാ ഡൊണേറ്റ് ചെയ്യുന്നത്, ബേസിന്. അപ്പം എത്ര H+നെ റിലീസ് ചെയ്യാൻ പറ്റും ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിന്? അതായത് ഫോസ്ഫറസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ അയണൈസബിൾ അല്ല. ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച്ഡ് ടു ഫോസ്ഫറസ് ആറ്റം ആർ നോട്ട് അയണൈസബിൾ. അതുകൊണ്ട് അതിന് ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. It is not responsible for basicity of the acid. Hydrogen of pH bond are not responsible for basicity of the acid. ഈ ആസിഡിന്റെ ബേസിസിറ്റിക്ക് ഇതിന് പങ്കില്ല. പിന്നെ ഏതിനാ, ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണ് അയണൈസബിൾ. അപ്പൊ അതാണ് H+ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു H+നെ റിലീസ് ചെയ്യാൻ പറ്റുമ്പോൾ ഈ ആസിഡിന് ഒരു ഇക്വലന്റ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പറയും ഇത് മോണോ ബേസിക് ആസിഡ് ആണെന്ന്. അതിന്റെ അർത്ഥം എന്താണ്, ഈ ആസിഡിന് ഒരു ഇക്വലന്റ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹിയർ ദർ ഈസ് ഓൺലി വൺ OH bond. Hydrogen which is attached to oxygen atom is only ionizable, hence it is monobasic acid. അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് കൺസിസ്റ്റ് ഓഫ് 3 ഹൈഡ്രജൻ ആറ്റംസ്. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിൽ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഡൈബേസിക്. പക്ഷെ അത് ഇറ്റ് ഈസ് മോണോബേസിക് ആണ്. എന്തുകൊണ്ടാണ്? Because there is only one OH bond, only hydrogen which is attached to oxygen is ionizable, hence it is responsible for basicity of the acid. While hydrogen attached to hydrogen of pH bond are not ionizable, hence they are not involved in basicity of the acid. ഈ ഒരു ഹൈഡ്രജനെ മാത്രമേ H+ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതൊരു ഇക്വലന്റ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. hence S3PO2 is monobasic in nature. നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഓക്സോ ആസിഡ് ഓഫ് ഫോസ്ഫറസ് ആണ് ഓർത്തോഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോണിക് ആസിഡ്. അതിന്റെ ഫോർമുലയാണ് S3PO3. ഈ വരച്ചിരിക്കുന്ന എന്തുവാ, S3PO2. അത് നമ്മൾ മുമ്പേ പഠിച്ചത് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. അപ്പം അത് S3PO2. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഒരു ഓക്സിജൻ ഇവിടെ കൂടുതലാണ്. അതായത് ഇവിടുത്തെ ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് ഒരു OH വരികയാണ്. അപ്പോൾ ഫോർമുല എങ്ങനെ വരും, H3PO3. പേരെന്താ, ഓർത്തോഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോണിക് ആസിഡ്. സിമ്പിൾ ആയിട്ട് ഇതിനെ ഫോസ്ഫോറസ് ആസിഡ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ, ഓക്സിജന്റെ ഒരു ഓക്സിജന്റെ -2, 3 ഓക്സിജന്റെയും കൂടെ ആവുമ്പോൾ -2 × 3 -6. ഒരു ഹൈഡ്രജന്റെ +1, 3 ഹൈഡ്രജന്റെയും കൂടെ ആവുമ്പോൾ +1 × 3 +3. നെറ്റ് എത്രയാ, -3. മൊത്തത്തിൽ കോമ്പൗണ്ടിൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണമെങ്കിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരണം, +3. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 വരത്തില്ലേ. അപ്പം ഓർത്തോഫോസ്ഫോറസ് ആസിഡ് phosphorus is in +3 oxidation state. ഇനി pH bond ഉണ്ട്, അതുകൊണ്ട് ഇതിന് reducing property ഉണ്ട്. Due to the presence of pH bond, orthophosphorus acid has reducing property. ഇനി what about its basicity? അയണൈസ് 2 OH bond ഉണ്ട്. അപ്പം ഈ 2 OH ബോണ്ടിലെ ഹൈഡ്രജൻ അയണൈസബിൾ ആണ്. അതുകൊണ്ട് എത്ര H+നെ റിലീസ് ചെയ്യാം, 2 എണ്ണം. അതുകൊണ്ട് എത്ര ഇക്വലന്റ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യാം, 2 ഇക്വലന്റ് ബേസ്. അതുകൊണ്ട് ഇതിന്റെ ബേസിസിറ്റി എത്രയാ, 2. That is, it is a dibasic acid. Even though it consists of 3 hydrogen atoms, it is dibasic acid. എന്തുകൊണ്ടാണ്, because there is 2 OH bonds
and hydrogen attached to oxygen atoms are only ionizable, and hence there is only 2 ionizable hydrogen atoms, hence it is a dibasic acid. ഇനി ഈ H3PO3 ഹീറ്റ് ചെയ്യുമ്പോൾ അത് H3PO4 ഉം PS3 ആയിട്ട് മാറും. PS3 എന്താന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, എന്തുവാ? ഫോസ്ഫീൻ. ഇത് H3PO3 എന്തുവാ? ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ്. അത് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് മാറും. H3PO4 എന്ന് പറഞ്ഞാൽ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. നമുക്കിതില് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് നോക്കാം. ഓക്സിജന്റെ എത്രയാ? -2. -2. 3 ഓക്സിജന്റെ കൂടെ -6. ഹൈഡ്രജന്റെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ. 3 ഓക്സിജൻ ഉണ്ടെങ്കിലും ഫോർമുലയിൽ നമ്മൾ ഒന്നിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ എഴുതത്തുള്ളൂ. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ +1, 3 ഹൈഡ്രജന്റെ കൂടെ +3, നെറ്റ് -3. അതുകൊണ്ട് ഫോസ്ഫറസിന്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണല്ലോ. ഇനി H3PO4 നോക്കാം. 1 ഓക്സിജന്റെ -2, 4 ഓക്സിജന്റെ കൂടെ -2 × 4 -8. 1 ഹൈഡ്രജന്റെ +1, 3 ഹൈഡ്രജന്റെ കൂടെ +1 × 3 +3. അപ്പൊ നെറ്റ് എത്രയാ? -5. അതുകൊണ്ട് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +5. പിന്നെ ഇവിടെ ഫോസ്ഫീനിലോ, അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഫോസ്ഫറസിന്റെ മാത്രമേ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫോസ്ഫീനിൽ ഹൈഡ്രജന്റെ എത്രയാ? +1. അപ്പൊ 3 ഹൈഡ്രജന്റെ കൂടെ +3. മൊത്തത്തിൽ 0 ആവണമെങ്കിൽ ഫോസ്ഫറസിന്റെ എത്ര വരണം? -3. അപ്പൊ നോക്കിയേ, ഈ കോമ്പൗണ്ടിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്നുള്ളത് പ്രോഡക്റ്റിൽ ഈ കോമ്പൗണ്ടിൽ H3PO4 എത്ര ആയിട്ട് മാറി? +5 ആയി കൂടി. +3 +5 ആയിട്ട് മാറി. അതേസമയം ഫോസ്ഫീനിൽ എത്ര ആയിട്ട് മാറി? -3 ആയിട്ട് കുറഞ്ഞു, അല്ലെ? അങ്ങനെയുള്ള റിയാക്ഷൻ എന്താ പറയുന്നത്? അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിയാക്ടന്റിൽ ഉള്ളതിനേക്കാളും ഒരു പ്രോഡക്റ്റിൽ കൂടുതലും മറ്റേ പ്രോഡക്റ്റിൽ കുറവുമാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെയാ പറയുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. A reaction in which oxidation state of an element increases in one of its compound and decreases in the other compound. Such type of reactions are known as disproportionation reaction. ഇവിടെ SiPO3 ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഫോസ്ഫറസിന്റെ അടുത്ത ഓക്സോ ആസിഡ് ആണ് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. അതിന്റെ ഫോർമുല H3PO4. അപ്പൊ നമ്മളിവിടെ വരച്ചിരിക്കുന്ന സ്ട്രക്ചർ ഫോസ്ഫോറസ് ആസിഡിന്റെ ഓർത്തോ ഫോസ്ഫോറസ് ആസിഡിന്റെ ആണ് H3PO2. അപ്പൊ ഇനി ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് H3PO3 ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് വരുമ്പോഴോ H3PO4 ഒരു ഓക്സിജൻ കൂടി, അതായത് ഈ Hന്റെ സ്ഥാനത്ത് OH വരുന്നു. അപ്പൊ നോക്കിയേ, H3PO4 വന്നു. അതിനെയാ പറയുന്നത് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു ഓക്സിജന്റെ -2, 4 ഓക്സിജന്റെ കൂടെ -2 × 4 -8. 1 ഹൈഡ്രജന്റെ +1, 3 ഹൈഡ്രജന്റെ കൂടെ +1 × 3 +3. നെറ്റ് -5. അപ്പം മൊത്തത്തിൽ 0 ആവണമെങ്കിൽ ഫോസ്ഫറസിന്റെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫറസ് ഈസ് ഇൻ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി വാട്ട് അബൌട്ട് ഇറ്റ്സ് ബേസിസിറ്റി? എങ്ങനെയാ? 3 അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അല്ലേ? ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ടു ഓക്സിജൻ ആർ such hydrogens are ionizable. There are 3 ionizable hydrogen atom. അപ്പൊ 3 H+ നെ റിലീസ് ചെയ്യാം. അതുകൊണ്ട് 3 ഇക്വലന്റ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യാം. അതുകൊണ്ട് ഇത് ട്രൈബേസിക് ആസിഡ് ആണ്. Due to the presence of 3 ionizable hydrogen atoms, orthophosphoric acid is a tribasic acid. പിന്നെ pH bond ഇല്ല, therefore it is not reducing in nature. It has no reducing property due to the absence of pH bond. Only hydrogen attached to pH, hydrogen of pH bonds are responsible for reducing property.
അടുത്ത ഓക്സോ ആസിഡ് ആണ് പൈറോഫോസ്ഫോറസ് ആസിഡ്. ഫോർമുല H4P2O5. P2 രണ്ട് ഫോസ്ഫറസ് ഉണ്ട്, അതായത് രണ്ട് PO ബോണ്ട് ഉണ്ട് ഇവിടെ. എന്നിട്ട് രണ്ടിലും കൂടി ഒരു ഓക്സിജൻ. ഓരോ ഫോസ്ഫറസിലും ഒരു ഹൈഡ്രജനും ഒരു OH ബോണ്ടും ഉണ്ട്. ഇതാണ് H4P2O7 O5. എത്ര ഓക്സിജൻ ഉണ്ട്? 1 2 3 4 5. അപ്പൊ ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. 5 ഓക്സിജനും കൂടെ, ഒരു ഓക്സിജന് -2, 5 ഓക്സിജനും കൂടെ -2 × 5 -10. ഒരു ഓക്സിജന്റെ +1, 4 ഓക്സിജന്റെ കൂടെ +1 × 4 +4. നെറ്റ് എത്രയാ? -6. അപ്പോൾ രണ്ട് ഫോസ്ഫറസിന്റെയും കൂടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൊത്തത്തിൽ 0 ആവണമെങ്കിൽ രണ്ടിന്റെയും കൂടെ നേരെ വിപരീത സൈൻ +6 ആവണം. രണ്ട് ഫോസ്ഫറസിന്റെയും കൂടെ ആണ് +6. അപ്പൊ ഓരോ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +6/2 = +3. അപ്പൊ പൈറോഫോസ്ഫോറസ് ആസിഡിൽ ഓരോ ഫോസ്ഫറസിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാന്ന് ചോദിച്ചാൽ പൈറോഫോസ്ഫോറസ് ആസിഡിൽ വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് എന്ന് ചോദിച്ചാൽ +3 ആണ്. അത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി എത്ര OH ബോണ്ട് ഉണ്ട്? 2 OH ബോണ്ട് ഉണ്ട്. Therefore it is a dibasic acid. Ionizable ആയിട്ട്, since there are 2 ionizable hydrogen atom, it is a dibasic acid. അടുത്ത ഓക്സോ ആസിഡ് ആണ് പൈറോഫോസ്ഫോറസ് ആസിഡ്. ഫോർമുല H4P2O5. P2 രണ്ട് ഫോസ്ഫറസ് ഉണ്ട്, അതായത് രണ്ട് PO ബോണ്ട് ഉണ്ട് ഇവിടെ. എന്നിട്ട് രണ്ടിലും കൂടി ഒരു ഓക്സിജൻ. ഓരോ ഫോസ്ഫറസിലും ഒരു ഹൈഡ്രജനും ഒരു OH ബോണ്ടും ഉണ്ട്. ഇതാണ് H4P2O5. എത്ര ഓക്സിജൻ ഉണ്ട്? 1 2 3 4 5. അപ്പൊ ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. 5 ഓക്സിജനും കൂടെ, ഒരു ഓക്സിജന് -2, 5 ഓക്സിജനും കൂടെ -2 × 5 -10. ഒരു ഓക്സിജന്റെ +1, 4 ഓക്സിജന്റെ കൂടെ +1 × 4 +4. നെറ്റ് എത്രയാ? -6. അപ്പോൾ രണ്ട് ഫോസ്ഫറസിന്റെയും കൂടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൊത്തത്തിൽ 0 ആവണമെങ്കിൽ രണ്ടിന്റെയും കൂടെ നേരെ വിപരീത സൈൻ +6 ആവണം. രണ്ട് ഫോസ്ഫറസിന്റെയും കൂടെ ആണ് +6. അപ്പൊ ഓരോ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +6/2 = +3. അപ്പൊ പൈറോഫോസ്ഫോറസ് ആസിഡിൽ ഓരോ ഫോസ്ഫറസിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാന്ന് ചോദിച്ചാൽ പൈറോഫോസ്ഫോറസ് ആസിഡിൽ വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് എന്ന് ചോദിച്ചാൽ +3 ആണ്. അത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി എത്ര OH ബോണ്ട് ഉണ്ട്? 2 OH ബോണ്ട് ഉണ്ട്. Therefore it is a dibasic acid. Ionizable ആയിട്ട്, since there are 2 ionizable hydrogen atom, it is a dibasic acid. അടുത്ത ഓക്സോ ആസിഡ് ആണ് ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ഇവിടെ ഹൈപ്പോഫോസ്ഫോറിക് ആസിഡിൽ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഫോർമുല H4P2O5 ആയിരുന്നു. ഇപ്പൊ H4P2O6. ഒരു ഓക്സിജനും കൂടെ കൂടി. അപ്പൊ കൂടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രക്ചറിൽ ഇത് തമ്മിൽ നേരിട്ട് കണക്ഷൻ. പിന്നെ ഇവിടെ ഒരു OH ബോണ്ടായി, ഇവിടെ ഒരു OH ബോണ്ടായി. അപ്പൊ ഫോർമുല എങ്ങനെ വന്നു? H4P2 1 2 3 4 5 6 O6. ഇതിനെ പറയുന്നത് ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ വരും? നമുക്ക് നോക്കാം. ഒരു ഓക്സിജന്റെ -2, 6 ഓക്സിജന്റെയും കൂടെ -2 × 6 -12. ഒരു ഹൈഡ്രജന്റെ +1, 4 ഹൈഡ്രജന്റെയും കൂടെ +1 × 4 +4. നെറ്റ് എത്രയാ? -8. അപ്പൊ രണ്ട് ഫോസ്ഫറസിന്റെയും കൂടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൊത്തത്തിൽ 0 ആവണമെങ്കിൽ +8. അപ്പൊ ഒരു ഫോസ്ഫറസിന്റെ എത്ര? +8/2 = +4. In hypophosphoric acid, oxidation state of phosphorus is +4. ഓരോ ഫോസ്ഫറസിന്റെ +4 വെച്ചാണ്. പിന്നെ എത്ര OH ബോണ്ട് ഉണ്ട്? 4 OH ബോണ്ട്. That is, there are 4 ionizable hydrogen atoms. Hence, it is tetrabasic in nature.
ഇനി നമുക്ക് ഒരു ഓക്സോ ആസിഡൂടെ പഠിക്കണം, പൈറോഫോസ്ഫോറിക് ആസിഡ്. നേരത്തെ പറഞ്ഞ ഹൈപ്പോഫോസ്ഫോറിക് ആസിഡിൽ ഫോർമുല H4P2O6 ആയിരുന്നു. അതിനേക്കാൾ ഒരു ഓക്സിജൻ കൂടി H4P2O7. അതായത് ഈ അഡീഷണൽ ആയിട്ടുള്ള ഓക്സിജൻ ഈ രണ്ട് ഫോസ്ഫറസ് ആറ്റത്തിന്റെ ഇടയ്ക്ക് വന്നു. അപ്പൊ ഫോർമുല H4P2O7 വരും. 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ വരും? ഒരു ഓക്സിജന്റെ -2, 7 ഓക്സിജന്റെ കൂടെ -2 × 7 -14. ഒരു ഹൈഡ്രജന്റെ +1, 4 ഹൈഡ്രജന്റെ കൂടെ +1 × 4 +4. മൊത്തത്തിൽ എത്ര വരും? -10. 2 ഫോസ്ഫറസിന്റെയും കൂടാണ് അപ്പം 2 ഫോസ്ഫറസിന്റെയും കൂടെ +10. അപ്പൊ ഓരോ ഫോസ്ഫറസിന്റെയും +10/2 = +5. In pyrophosphoric acid, phosphorus is in +5 oxidation state. പിന്നെ 4 OH bond ഉണ്ട് എന്ന് പറഞ്ഞാൽ 4 ionizable hydrogen ഉണ്ട്. Therefore it is tetrabasic in nature. ഇത്രയും ഓസോ ആസിഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അത്യാവശ്യമായിട്ടും അറിയേണ്ടത്, നമ്മൾ ഓരോ സ്ട്രക്ചറും റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഞാൻ സ്ട്രക്ചർ വരച്ചപ്പോൾ തന്നെ Hന്റെ സ്ഥാനത്ത് OH അങ്ങനെയൊക്കെ എഴുതി. പിന്നെ അത് ഓക്സിജൻ കൂടിയപ്പോൾ 2 ഫോസ്ഫറസിന്റെ ഇടയ്ക്ക് ഒരു ഓക്സിജൻ ഇട്ടു. പിന്നെ നമ്മൾ അറിയേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോസ്ഫറസിന്റെ ഓരോന്നിലും എത്രയാണ്, പിന്നെ അത് ഡൈബേസിക് ആണോ, മോണോബേസിക് ആണോ, ട്രൈബേസിക് ആണോ, റെഡ്യൂസിംഗ് നേച്ചർ ഉണ്ടോ, pH ബോണ്ട് ഉണ്ടെങ്കിൽ റെഡ്യൂസിംഗ് നേച്ചർ ഉണ്ട്, pH ബോണ്ട് ഇല്ലെങ്കിൽ റെഡ്യൂസിംഗ് നേച്ചർ ഇല്ല, എത്ര OH ബോണ്ട് ഉണ്ടോ അത്രയുമാണ് അതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. നമ്മൾ ലാബിൽ വെച്ചിരിക്കുന്ന നൈട്രിക് ആസിഡ്, ഇത് ലാബില് എൻക്ലോസ് ചെയ്ത് ബോട്ടിൽ എൻക്ലോസ് ചെയ്താ വെച്ചേക്കുന്നത് അല്ലെ, അത് തുറന്നു വെച്ചിരുന്നാൽ അത് യെല്ലോ കളറായിട്ട് മാറും. കാരണം എന്ത്? Why nitric acid turns yellow on exposure to sunlight എന്ന് പറഞ്ഞാൽ, കാരണം നൈട്രിക് ആസിഡ് സൺലൈറ്റിൽ തുറന്നു വെച്ചിരുന്നാൽ നൈട്രിക് ആസിഡിന്റെ ഡികമ്പോസിഷൻ നടന്ന് അത് നൈട്രജൻ ഡയോക്സൈഡും വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. ഭാഗികമായിട്ട് ഡികമ്പോസിഷൻ നടക്കും. കുറച്ച് നൈട്രിക് ആസിഡ് ഡികമ്പോസ് ചെയ്ത് ഇത്രയും കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. Nitric acid undergo partial decomposition to form nitrogen dioxide, water and oxygen. അപ്പം പിന്നീട് പിന്നീട് ആ ബോട്ടിലുള്ള നൈട്രിക് ആസിഡിൽ ഈ നൈട്രജൻ ഡയോക്സൈഡിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് യെല്ലോ കളർ വരുന്നത്. The presence of nitrogen dioxide in partially decomposed nitric acid is responsible for the yellow color. അങ്ങനെ നമ്മള് ഈ ചാപ്റ്ററിൽ 15ാമത്തെ ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 16ാമത്തെ ഗ്രൂപ്പ് പഠിക്കാം. നന്നായിട്ട് പഠിക്കുക.